ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റേഷൻ കടയിലുള്ള പച്ചരി കൊണ്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി ഇവിടെ റേഷൻ കടയിലുള്ള പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വിചാരിക്കും ഇത് ഒന്നിച്ച് ചേർത്ത് നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ ശരിയാവുമെന്ന്. നല്ലതുപോലെ ശരിയാവും. കാരണം നമ്മൾ പ്രത്യേകം അരി ഉഴുന്ന് അരച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഒന്നിച്ച് ചേർക്കുമ്പോഴും നല്ലതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മളിതൊരു 3 വെള്ളം ഒന്ന് കഴുകിയ ശേഷം നമുക്കിതിനെ ഒന്ന് കുതിർക്കാൻ വേണ്ടി ഇടാം. അപ്പോൾ നമ്മളിത് കുതിർക്കാൻ വയ്ക്കുന്നത് ഫ്രിഡ്ജിലാണ് കുതിർക്കാൻ വേണ്ടി നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഈ ഒരു അരി ഉഴുന്നൊന്ന് കുതിർത്തെടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഫ്രീസറിൽ തന്നെ വയ്ക്കണം. ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിന് മുകളിൽ ഇതൊന്ന് വച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വലിയ പാത്രത്തിലാക്കി കുതിർത്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് അരിയും ഉഴുന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചൂടാവാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ അരച്ചെടുക്കണമെങ്കിലും അതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരി ഉഴുന്നും ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അരി ആ വെള്ളത്തോടെ തന്നെ എല്ലാം ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും, കറണ്ട് ലാഭിക്കാം. കാരണം നമ്മൾ പ്രത്യേകം അരച്ചെടുക്കുമ്പോൾ അത് അത്രയും സമയം എടുക്കുമല്ലോ. ഇതാകുമ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ അരി ഉഴുന്ന് പകുതി അരവായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. 2 കപ്പ് അളവിൽ അവലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ ചാക്കരി ചേർക്കുന്നില്ലല്ലോ, അതിന് പകരമാണ് ഞാൻ ഇവിടെ അവൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തത് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല മഷിയായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനി അരി ഉഴുന്നല്ല ഇവിടെ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 പാത്രത്തിലേക്ക് മാവ് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താണ് നമ്മളിത് വയ്ക്കേണ്ടത്. കാരണം കൈകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മളിത് അരി ഉഴുന്നും ഒന്നിച്ച് അരച്ചത് കൊണ്ട് തന്നെ മിക്സ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. എങ്കിലും നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മൾ അരി ഉഴുന്ന് എപ്പോഴും അരച്ചാലും കൈകൊണ്ട് തന്നെ നമ്മൾ അതിനെ യോജിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൊലിഞ്ഞ് വരും കേട്ടോ. നല്ല പതഞ്ഞ് പൊങ്ങി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അരി ഉഴുന്നും അരച്ചത് തലേദിവസം വെച്ചതാണ്. നല്ലതുപോലെ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം അരി ഉഴുന്നൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതൊന്ന് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളം നല്ലതുപോലെ തിളച്ച ശേഷം വേണം നമ്മൾ മാവ് കോരി ഒഴിക്കാൻ. അങ്ങനെ നമ്മൾ തീ കൂട്ടി വെച്ച് ഇഡ്ഡലി തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ഗുണ്ടുമണി പോലത്തെ ഇഡ്ഡലി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ച് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാവ് കോരി ഒഴിച്ച് കൊടുത്ത ശേഷം തീ നല്ലതുപോലെ കൂട്ടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇഡ്ഡലി നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മാവെല്ലാം കോരി ഒഴിച്ച ശേഷം തീ കൂട്ടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ എത്ര ചെയ്തിട്ടും ശരിയാകാത്തവർക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇഡ്ഡലി വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോലെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണം.